ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാത്രി സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 7:45 ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണിത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 7:45 തുടങ്ങിയിട്ടേ ഉള്ളൂ. വീഡിയോ എന്തായാലും 1 മണിക്കൂറോളം വരും. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് എന്തായാലും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ആയിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങൾ നമ്മളെ വീഡിയോസ് കണ്ട്, ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വരിക എന്നല്ലാണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ദയാ സുജിത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് 3-4 പെൺകുട്ടികൾ എൻ്റെ DM വന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. ചേച്ചി പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര പൊളൈറ്റായി, റെസ്പെക്റ്റ് ആയിട്ട്. കാരണം നമ്മുടെ വീഡിയോ കണ്ട് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുന്ന പോലെയല്ല, നമ്മളുടെ പേഴ്സണൽ ID സെർച്ച് ചെയ്ത് വന്നിട്ട് നമുക്കൊരു ഗുഡ് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ റീസെൻ്റ്ലി സംസാരിച്ചതിൽ വെച്ച് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗീകരിച്ച, എൻ്റെ അഭിപ്രായവുമായി ഒത്തുനിന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഓഫ് കോഴ്സ് ഈ ഒരു ദയാ സുജിത്തിൻ്റെ കോൺട്രവേഴ്സി. ഈ കോൺട്രവേഴ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്. ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ, ചെയ്യാത്ത വ്യക്തികൾ തന്നെ, അതിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാർ ഷെഫീന ബീവി എന്ന് പറയുന്ന ആളുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് നല്ല പച്ചയ്ക്ക് റോസ്റ്റ് ചെയ്തവരുണ്ട്, നല്ല തെറി വിളിച്ചവരുണ്ട്. പലരും പല ആംഗിളിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ വീഡിയോസും ഞാൻ കണ്ടു. എല്ലാ വീഡിയോസും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്. പൊതുവേ ഞാൻ ആ ഒരു സ്റ്റൈലിൽ സംസാരിച്ചിട്ടില്ല. ഒരു 2-3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ചോദിച്ചു, ചേച്ചി എന്താ ഇങ്ങനെ? ഞാൻ പൊതുവേ ഇങ്ങനെയാണ്. എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ഓപ്പോസിറ്റുള്ള വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കൂ. കാരണം ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്രത്തോളം നെഗറ്റീവ് അല്ലെങ്കിൽ ഹെയ്റ്റ് സോഷ്യൽ മീഡിയയിൽ കിട്ടാനുള്ളതിൻ്റെ കാരണം എന്താ എന്ന് ചോദിച്ചാൽ ദ വേ ഷീ കമ്മ്യൂണിക്കേറ്റഡ് ദാറ്റ് ഇൻസിഡൻറ്റ്. അതാണൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആൾക്കാരെ എല്ലാം ട്രിഗർ ചെയ്തതും പുള്ളിക്കാരി പറഞ്ഞൊരു രീതി, പുള്ളിക്കാരി പ്രസൻറ്റ് ചെയ്തൊരു രീതിയാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ നമ്മളെപ്പോഴും മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഏത് ടോപ്പിക്ക് വരികയാണെങ്കിലും ഈ രീതിയിൽ മാത്രമേ പറയൂ. പിന്നെ അത്രത്തോളം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനം വന്നാൽ മാത്രമാണ് ഞാനതങ്ങ് എടുത്തങ്ങോട്ട് പറയാം. അപ്പം അങ്ങനെ പിന്നെ ദാദാ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ദയാ സുജിത്തിനെ ഞാൻ മെസ്സേജ് അയച്ചു. എൻ്റെ മെസ്സേജിന് റിപ്ലൈ തന്നു. എൻ്റെ വീഡിയോ ദയയുടെ മമ്മിയും മഞ്ജുപിള്ളയും ഗ്രാൻഡ് മദറും ഇരുന്ന് കണ്ടു, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഐ എം വെരി ഹാപ്പി. ബിക്കോസ് എനിക്കറിയാം ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഇതിലും കൂടുതൽ കോൺട്രവേഴ്സീസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഈവൻ റിയാക്ട് ചെയ്യാത്ത, സംസാരിക്കാത്ത വ്യക്തികളില്ല, സ്റ്റിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഹെയ്റ്റിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തേ എന്നുള്ളത്. കാരണം ഒരു പെൺകുട്ടീനെ കുറിച്ച് വേറെ പെൺകുട്ടിയുടെ അമ്മയോളം പ്രായമുള്ളൊരു സ്ത്രീ വളരെ വൾഗറായ രീതിയിൽ, അബ്യൂസീവായ ലാംഗ്വേജിൽ, അതും ഒരാൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ലാംഗ്വേജിൽ പറയുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇന്ന് എൻ്റെ ഐപാഡിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റാൻഡംലി ഇവരുടെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫുമാരൊക്കെ നിൽക്കുന്ന സമയം ഞാൻ എൻ്റെ ഈ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് സീരിയസ്ലി ഐ എം സെയിങ്, എൻ്റെ ഒരു കൊളീഗ് എന്നോട് ചോദിച്ചതാണ് ഏതാണ് ഈ ഡാഷ് ആള് എന്ന്. ബിക്കോസ് ഒരു വ്യക്തിക്ക് കേൾക്കുമ്പോൾ തന്നെ അത്രത്തോളം എന്താ പറയുക, നമുക്കിങ്ങനെ കോരിത്തരിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വേർഡ്സ് ആയിരുന്നു ആൾ യൂസ് ചെയ്തത്. എന്താ അറിയില്ല, ആളുടെ എന്തോ വിട. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുടെ വീഡിയോൻ്റെ താഴെ ഒരു 75% അല്ലെങ്കിൽ മോർ ദാൻ 75% ഫുൾ പോസിറ്റീവ് കമൻസ് ആണ്. എന്ന് വെച്ചാൽ ആൾ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്ന തരത്തിലുള്ള കമൻസ് ആണ്.
ഈവൻ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഇനി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പൊതുവെ എല്ലാ കമൻസും ഞാൻ എണ്ണി വായിക്കാത്തതുകൊണ്ട്. പക്ഷേ ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ള പല വ്യക്തികളുടെ വീഡിയോൻ്റെ താഴെയും ഇതേ കമൻസ് വരുന്നുണ്ട്. ദയൻ്റെ വീഡിയോൻ്റെ താഴെ ഇങ്ങനത്തെ കമൻസ് വന്നിട്ടില്ലെങ്കിലും ദയവും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു വീഡിയോയിൽ അങ്ങനെ എന്തോ മെൻഷൻ ചെയ്ത പോലെ കണ്ടു. അപ്പം ഞാൻ ശരിക്കും ഷോക്കായി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഷോക്കായി. കാരണം ഒരു പെണ്ണിനെ പറ്റി ഇത്രത്തോളം അബ്യൂസീവായിട്ടുള്ള ഒരു ലാംഗ്വേജ് പറഞ്ഞിട്ട് അത് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ജനങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി എന്താണ്? ഞാൻ പറയട്ടെ, നിങ്ങളിപ്പം ഒരു ലേഡീൻ്റെ വസ്ത്രധാരണം കൊണ്ടല്ല എപ്പോഴും ഈ റേപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് കുഞ്ഞു കുട്ടികളുടെ അടുത്ത്, അങ്ങനത്തെ പല കേസുകളുടെ അടുത്ത് അവിടെ എന്താ നടക്കുന്നത്, അമ്മച്ചിമാരുടെ അടുത്ത്, ഡെഡ് ബോഡീൻ്റെ അടുത്തൊക്കെ നടക്കുന്നത് എന്താ? ഇതൊരു തരത്തിലുള്ള ഭീകരത. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയായിട്ടാണ്. ആസ് ഐ എം എ കൗൺസിലർ, ഞാൻ ഇങ്ങനത്തെ പല അസുഖങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം എന്താ പറയുക, പെഡോഫീലിയ, എക്സിബിഷനിസം, അല്ലെങ്കിൽ നെക്രോഫീലിയ, ഇങ്ങനെ ഫെറ്റിസം, ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനത്തെ രോഗങ്ങളുണ്ട്, രോഗങ്ങൾക്ക് അടിമയായ വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്ക് അവരെ ട്രിഗർ ചെയ്യുന്ന ഏത് ഫാക്ടർ അവരുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും അവരതിൽ വീണു പോകാനുള്ള ചാൻസസ് ആർ ഹയർ. അതിനൊരിക്കലും പെണ്ണുങ്ങളുടെ, ഇപ്പോൾ ഒരു ലോകത്തുള്ള ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ കണ്ടാൽ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ നാളെ മുതൽ ഇങ്ങനെ നടക്കണം, മൂടിക്കെട്ടി നടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മൂടിക്കെട്ടി ജാക്കറ്റും പാൻറ്റും ഇട്ടിട്ട് രാത്രി പോയാലും ഇനി മൂടിക്കെട്ടാണ്ട് പോയാലും ചെയ്യേണ്ടവൻ ചെയ്യും, തോണ്ടേണ്ടവൻ തോണ്ടും. അതിന് വൈ യു ആർ ഫോക്കസിങ് ഓൺ ലേഡീസ് ഡ്രസ് ഓർ ഔട്ട്ഫിറ്റ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ഞാൻ ആകെ അതിൽ ചോദ്യം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് നമ്മളുടെ ദയ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി, ആളുടെ ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറി, പിന്നെ ഷെഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർക്ക് എഗെയിൻസ്റ്റ് വന്നിട്ടുള്ള കംപ്ലയിൻറ്റ്, ദിയ സന ഇതിനെ റെസ്പോണ്ട് ചെയ്ത രീതി, ആൻഡ് ദയൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ. മേ ബി ദിസ് വീഡിയോ ഇസ് ഗോണ ബി എ ലെങ്തി. ഹോപ്പ് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ. അപ്പം ഞാൻ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നമ്മളുടെ ദയ സുജിത്ത് ഇട്ടിട്ടുള്ള സ്റ്റോറിയാണ്. ആദ്യത്തെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഗൈസ്, സമ്മൺ ഈസ് ഒബ്സസ്ഡ് വിത്ത് മീ. ഒരു ചക്കര ഉമ്മ ഫോർ ദാറ്റ് ബീവി. കാരണം പൊതുവെ ഇങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് എല്ലാവരും റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ആ രീതിയിൽ, അല്ലെങ്കിൽ ഷെഫീന ബീബി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണോ ദയനെ പറഞ്ഞത് ആ രീതിയിൽ വേണമെങ്കിൽ ദയക്ക് റിയാക്ട് ചെയ്യാനും ദയ ചെയ്തില്ല. ദാറ്റ് ഷോസ് ദയാസ് ക്വാളിറ്റി. അതാണ് ഞാൻ പറയുന്നത്. നമ്മളെ നേരെ പലരും കല്ലെറിയും. അവർ കല്ലെറിയുന്ന കണ്ട് തിരിച്ച് കല്ലെടുത്ത് നമ്മൾ എറിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ആൾ കാണിച്ചിട്ടുണ്ട്, ദയ സുജിത്ത് കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് എല്ലാവർക്കും ഉള്ളൊരു ക്വാളിറ്റി അല്ല, കാരണം അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ആൻഡ് ബിഗ് താങ്ക് ടു ദ ലവ്ലി പീപ്പിൾ ഫോർ ബീയിങ്, സോറി ഗൈസ് എൻ്റെ സ്റ്റോറി മാറിപ്പോയിരുന്നു. ആൻഡ് ബിഗ് താങ്ക് ടു മൈ ലവ്ലി പീപ്പിൾ ഫോർ ബീയിങ് വിത്ത് മീ, ജസ്റ്റ് ഫോർ യു മൈ പീപ്പിൾ ഐ വിൽ ബി പോസ്റ്റിംഗ് സംതിങ്. അപ്പം ഇത് ഈവൻ ദയ പറഞ്ഞേ പറ്റൂ. കാരണം എനിക്കറിയില്ല റീസെൻ്റ്ലി ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സിക്ക് ഇത്രത്തോളം സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ദയ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളല്ല. മഞ്ജു പിള്ളയുടെ മകൾ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും എന്നാൽ അത്രമാത്രം ഫേമസ് ആയി, ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ഫേമസ് ആയി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഉള്ള ആളല്ല. എന്നിട്ടും ആൾക്ക് ഇത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ആരോടുള്ള ദേഷ്യം? താത്തേനോടുള്ള ദേഷ്യം. Guys, hello guys. I am not doing a reaction video. എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നുമേ പറയാനില്ല. കാരണം ചില ആൾക്കാർ മറുപടികൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ ലൈഫിലും ഇങ്ങനത്തെ കുറേ വ്യക്തികളുണ്ട്. നമ്മൾ പറയുന്ന മറുപടി കേൾക്കാൻ വാല്യൂ ഉള്ള വ്യക്തികളുടെ അടുത്ത് മാത്രം നമ്മൾ ലൈഫിൽ മറുപടി കൊടുക്കുക. ദയ എന്താണ്, ദയ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ദയയുടെ ക്വാളിറ്റി എന്താണ്, ദയൻ്റെ ബിഹേവിയർ എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ ദയ എന്താന്ന് പോലും മനസ്സിലാക്കാണ്ട് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ ജഡ്ജിമെൻ്റൽ ആയിക്കൊണ്ട് വന്ന് നിന്ന് ദയനെ വളരെ മോശമായി അബ്യൂസീവായി പറഞ്ഞ ഒരു വ്യക്തിക്ക് മറുപടി പോലും ആഗ്രഹിക്കുന്നില്ല. ചില ആൾക്കാർ പറയില്ലേ, ഈ
റോട്ടിൽ കൂടെ പോകുന്ന പട്ടികൾ എന്തെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും സത്യമാണ്. എന്നാൽ ഇത് കേട്ട് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുന്നത്? ഈവൻ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോക്കാർ പല ഫാമിലി കോൺട്രവേഴ്സീസോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും, രേണുവിൻ്റെ ടോപ്പിക് എടുത്ത് 10,000 വീഡിയോ ചെയ്തു, അഹാനൻ്റെ ടോപ്പിക് എടുത്ത് 20,000 വീഡിയോ ചെയ്തു. ചെയ്യാനുള്ള കാര്യം എന്താ അറിയും? ഇവർ പറയുന്നോണ്ടാണ്. നമ്മൾ റിയാക്ഷൻ വീഡിയോക്കാർ എന്തേലും പറയട്ടെ, ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കുന്നില്ല, റെസ്പോണ്ട് കൊടുക്കുന്നില്ല, ഞാൻ ഇതിനെ കേട്ട് വിട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ആ വിഷയം തീർന്നു. എന്നാൽ അതിന് പകരം ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ആൾക്കാർ എന്തുവാ ചെയ്യുന്നേ? ഇവരിങ്ങനെ നിരത്തി പിടിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വീഡിയോ ഇടുക, 1 ഇടുക, 2 ഇടുക, 3 ഇടുക. ഇപ്പോൾ തേക്ക് വേണമെങ്കിൽ ഇതിനോട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇടാം, മേ ബി അത് റിയാക്ട് ചെയ്ത് മറ്റേ ആൾക്ക് ഇടാം. ഇതിങ്ങനൊരു കഥ പോലെ എപ്പിസോഡ് പോലെ പോവാം. ബട്ട് ഇൻസ്റ്റെഡ് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നിടത്ത് ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. ഇനി ഷെഫീന ബീവിക്ക് എഗെയിൻസ്റ്റ് ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ആ വീഡിയോ കണ്ട സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ വീഡിയോയിൽ റിയാക്ട് ചെയ്യാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഷെഫീന ബീവി എന്ന് പറയുന്ന വ്യക്തി റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു മേജർ പോർഷൻസ് മാത്രമേ ഞാൻ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് അത് കണ്ടതോടുകൂടി എനിക്ക് അറപ്പായി, പിന്നെ ഫ്രണ്ടോട് കാണാൻ തോന്നിയില്ല. പക്ഷെ ഇത് കേട്ട സമയത്താണ് എനിക്ക് മനസ്സിലായത് അതിനും നന്ദി കെട്ട കുറേ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് ഉണ്ടായിരുന്നു, അത് പറയണമായിരുന്നു എന്ന്. എന്തായാലും ആ കേസിൻ്റെ കാര്യം കേൾക്കാം. ഇനി ആ കേസിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാവും എന്നുള്ളതും കണ്ടറിയാം. പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ. ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ. നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ. പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തു തന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ. ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ. വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ക്രിമിനൽ ഇന്റിമിഡേഷൻ ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ. ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ. അബെറ്റ്മെന്റ് ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ. അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷതയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവന്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി
ഈ വീഡിയോയിൽ പറഞ്ഞ ചില അലിഗേഷൻസ് കേട്ട സമയത്ത് സത്യസന്ധമായി പറയാൻ ഞാൻ ഇന്നാണ് അത് കണ്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതൊക്കെ ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് ഞാനത് ആലോചിക്കുന്നത്. ഇവർക്ക് ഇത്രത്തോളം ബുദ്ധിയില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, സീരിയസ്ലി. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ അവരെ വേർത്തിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരുടെ വീഡിയോനെ കുറ്റം പറയുമൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. പക്ഷേ എന്നാൽ ഇത്ര അലക്ഷ്യമായിട്ട് ഇവർ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവർക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെ എങ്ങനെ ഇവരുടെ വായിൽ ഇത് വന്നു, എങ്ങനെ ഈ ഡയലോഗ് വന്നു, എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, ഈവൻ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ജനങ്ങൾ ഇതിന് താഴെ സപ്പോർട്ട് ഇട്ടു, എങ്ങനെ ഇത്ര പോസിറ്റീവ് കമൻറ്റ് വന്നു എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവിടെ ഒരു ചെറിയൊരു വിഷയത്തെ, കാരണം ഇന്നലെ 21 മണിക്കൂർ മുമ്പാണ് ആൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. പിന്നെ നേരം വരെ ആൾ വീഡിയോ ഇട്ടിട്ടില്ല. ഈ ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെയ്റ്റ് ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അത്ര ഹെയ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ചില ടോപ്പിക്കിൽ ഷെഫീന എന്ന് പറയുന്ന ആൾ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഓക്കെ ഇറ്റ് വാസ് ഗുഡ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കൊരിക്കലും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ആ രീതിയിൽ. അപ്പോൾ വളരെ ഹാഷായിട്ട്, അപ്പോൾ ചില വിഷയങ്ങളിൽ ചില മോശം സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ള വ്യക്തികളുടെ വീഡിയോസിലൊക്കെ വളരെ സ്ട്രോങ് ആയി ബോൾഡായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, കാരണം ഫെമിനിസത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ സ്ത്രീ റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഏറ്റവും ആക്റ്റീവായി സംസാരിക്കുന്ന, ഈവൻ ആളുടെ അക്കൗണ്ടിൻ്റെ ലൈക്ക് യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ബയോയിൽ തന്നെ ആൾ മെൻഷൻ ചെയ്തത് ആ രീതിയിലൊരു സാധനം. അപ്പം അങ്ങനെയൊക്കെ നിന്നൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു ഇത്രയും അലിഗേഷൻസ്. കാരണം ഈവൻ ഇവരുടെ വീഡിയോ കാണുന്നവരുടെ ഫാമിലി മെമ്പേഴ്സ് വീഡിയോ കാണുന്നില്ല, അവർക്ക് ഇതിലൊരു മോശം തോന്നിയില്ലേ? അല്ലെ ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു മോശം തോന്നിയില്ലേ? അല്ലെങ്കിൽ നമുക്ക് തന്നെ കാരണം അത് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു വ്യക്തിയുടെ വസ്ത്രധാരണ അവരുടെ പേഴ്സണലാണ്. പക്ഷെ പബ്ലിക്കായിട്ടൊരു ഫോട്ടോ ഇടുന്ന സമയത്ത് യു ഹാവ് ദ റൈറ്റ് ടു ക്രിട്ടിക്. ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ഈ ഒരു വസ്ത്രധാരണത്തിനെ എല്ലാവരും അംഗീകരിക്കണം എന്നില്ല. അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. എന്നാൽ അവളുടെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അഭിപ്രായം പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതും ഞാൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്ങനെ പറയുന്നു എന്നാണ്. അച്ഛനെ കയറ്റി, അമ്മേനെ കയറ്റി, അവളെ മോശമാക്കി, ബസ് വെച്ച്, ലൈക്ക് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് റിയലി. ഇനി ഈ കേസ് എന്താവും എന്ന് എനിക്കറിയില്ല. ഈ കേസിൻ്റെ അപ്ഡേറ്റ് എന്താവുമെന്ന് അറിയില്ല. ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഇവിടെ എൻഡ് ആവുമോ എന്നറിയില്ല. അപ്പം ഐ ജസ്റ്റ് വോണ്ട് ടു ക്ലാരിഫൈ ദാറ്റ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഈ രീതിയിലുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ കരുതരുത്. ഓരോ വ്യക്തിനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ, കാരണം അങ്ങനെ പറയാനുള്ള ഒരു അവകാശം നമുക്കില്ല. അവരത്രമാത്രം തെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കോടതി ഉണ്ട്, കോടതി നോക്കും, ഇടപെടും, അതിന് വേണ്ട ശിക്ഷാ കാര്യങ്ങളൊക്കെ കോടതി കൊടുക്കും. ഇത് കോടതിനേക്കാളും ഒഫെൻസീവായ, ഇപ്പം നമ്മൾ പറയില്ലേ എന്താണ്, സ്ത്രീകൾക്കെതിരെയുള്ള മോശം സ്റ്റേറ്റ്മെൻറ്റ്, ഡയലോഗ്, ഇതൊക്കെ പണിഷബിൾ അണ്ടർ ലോ ആണ്. എന്താവുമെന്ന് അറിയില്ല, ലെറ്റ്സ് സീ. ബട്ട് ഐ എം ക്ലിയർലി സെയിങ്, നിങ്ങളുടെ ഒരു വീഡിയോനും ഞാൻ അഗെയിൻസ്റ്റ് പറയില്ല. ബട്ട് ദിസ് ഈസ് ദ വീഡിയോ ദാറ്റ് ഐ ഹേറ്റ് എ ലോട്ട് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു സീ ഇറ്റ് അഗെയിൻ. ആൻഡ് ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ വീഡിയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നടക്കുന്നൊന്നും തോന്നുന്നില്ല. ബട്ട് ഐ എം സീയിങ്. ആൻഡ് ദിയ സനയുടെ ഒരു വീഡിയോ കണ്ടു. ആ ദിയ സനയുടെ വീഡിയോയിൽ ഷെഫീനയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, കേൾക്കാം. അതെ, ഞാനിപ്പോ ദയാ സുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിൽ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയാ സുജിത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി, അവള് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം, കാരണം ഞാൻ അവർക്ക് സംസാരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജെൻസീസിന്റെ ഇടയിൽ പിള്ളേർ, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലഷ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവൾ ചെയ്ത വൃത്തികേടിനെ മറിക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക്, എന്താ പറയാ, കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ, വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും 3
ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെ കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായില് പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM-ൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തി ഓഫ് കോഴ്സ് അറിയാം. ദിയാസനയും ഷഫീന ബീവിയായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഓഫ് കോഴ്സ് പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാവലുണ്ട്. റീസെൻ്റ്ലി റസൂൽ പൂക്കുറ്റി സജ്ന നൂറിൻ്റെ വിഷയത്തിൽ വന്ന സമയത്തും ഈ ദിയാസനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ഷഫീന എന്ന് പറയുന്ന വ്യക്തി അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഷഫീനയ്ക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കാൻ കിട്ടുന്ന ഒരു സ്പേസ് ദിയ എന്തായാലും യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ദിയ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്കറിയില്ല സത്യമുണ്ടോ സത്യമല്ലേ എന്നുള്ളത്. ആൻഡ് ഈ ഒരു സത്യത്തെ തെരഞ്ഞുപോയി ഇത് സത്യമാണെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഐ ഡോണ്ട് വോണ്ട് വിട്ടു. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ദിയ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോഴ്സ് ഷഫീന ബീവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ രണ്ടും ഉണ്ടാവാം. ചിലപ്പോൾ സങ്കടം വരാം, ചിലപ്പോൾ ദേഷ്യം പിടിക്കാം. എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചിട്ടില്ല, നിങ്ങൾ അക്കൗണ്ടിൽ എന്തെങ്കിലും പോസ്റ്റോ വീഡിയോയോ ഇട്ടിട്ടുണ്ടോ അറിയാൻ വേണ്ടി നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത സമയത്ത് അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ സൈഡിൽ എന്തോ എഴുതിയത് ഞാൻ കണ്ടു, എന്തോ ലൈക്ക് MDMA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചിട്ടില്ല, സീരിയസ്ലി ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു ദിയേനെ പറയാനാണുള്ള ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു സാധനം ഇട്ടതെങ്കിൽ അത് ഒന്നുകിൽ വിഷമത്തിൻ്റെ പുറത്ത്, അല്ലെ ദേഷ്യത്തിൻ്റെ പുറത്ത്, എന്തിൻ്റെങ്കിലുമൊക്കെ പുറത്തേക്കാം. ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് എത്ര ദയാ സുജിത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. അല്ലാണ്ട് അതിനെ പറ്റിയൊന്നും നമ്മൾ ഇത് ശരിയാണെന്നോ അത് ശരിയാണെന്നോ അത് തെറ്റാണോ ഇത് തെറ്റാണോ എന്നല്ല. ക്രിറ്റിക്സ് നമ്മൾ പറയുമെങ്കിൽ നമ്മൾക്ക് എഗെയിൻസ്റ്റ് വരുന്ന ഈ തരത്തിലുള്ള കുറ്റങ്ങളോ വർത്തമാനങ്ങളോ കേൾക്കാൻ നമ്മളും കൂടെ വില്ലിങ് ആവണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ദയാ സുജിത്ത് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് യൂട്യൂബിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് പരതിയത്, പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി ബൈ സേയിങ് ദ നെയിംസ്, ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇത് ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They are like, it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. Anyway, എന്താ പറഞ്ഞേ അപ്പോൾ I don't want to put my energy. But later I'm coming to know after 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, കുറേ വേറെ അധികം വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കലാമാ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീട്ടിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ.
ഈ വീഡിയോൻ്റെ താഴത്തെ കമൻസ് ഞാൻ കംപ്ലീറ്റ് വായിച്ചു നോക്കി. കമൻറ്റിലെല്ലാം എല്ലാവരും പറയുന്ന കേസ് കൊടുക്കും മോളെ, കേസ് കൊടുക്കുക എന്നാണ്. ഇതുവരെ കേസിനെ പറ്റിയിട്ടൊന്നും ദയ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ദയ ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. ആ സർപ്രൈസ് എന്താണ് ദയ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഹോപ്പ്ഫുള്ളി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ദയൻ്റെ ഈ ഒരു ഹോൾ വീഡിയോയിൽ നിന്ന് എൻ്റെ മനസ്സിലോട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ കേട്ടിരുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ദയാ സുജിത്തിൻ്റെ അച്ഛനും അമ്മയും ഈ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ദയാ സുജിത്തിൻ്റെ അമ്മയ്ക്ക് ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഉണ്ടാവും, ദിസ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടായിരിക്കും ദയക്ക് ഇത്രത്തോളം സപ്പോർട്ടും അക്സെപ്റ്റൻസും മേ ബി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഈ മോഡലിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആക്റ്റീവായിട്ടുള്ള വ്യക്തികളുടെ എല്ലാ പാരൻസും ഈ സോഷ്യൽ മീഡിയയിലുള്ളവരല്ല. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പം അത് ആ ഫാമിലി ലൈഫിനെ എത്ര എഫക്റ്റ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഫാമിലീനെ ഭയങ്കര എഫക്റ്റ് ചെയ്ത് ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊരു കുട്ടീനെ എൻഡ് ഓഫ് ലൈഫിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പറയണമെന്ന് തന്നെ കരുതിയല്ല. ഈ വീഡിയോ കണ്ട സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് പോയത് ദയാ സുജിത്ത് മഞ്ജു പിള്ളയുടെ ടാഗ് ലൈൻ ഇല്ലാത്തൊരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഫാമിലീനെ എത്ര ബാധിക്കും? ഇനി ആ ഫാമിലീനെ ബാധിച്ചില്ലെങ്കിലും ഇങ്ങനെ കുടുംബത്തിൽ തന്നെ കുറേ അശരീരികൾ ഉണ്ടാവും. ഇപ്പോൾ മോഡലിംഗ് ചെയ്യുന്നതിന് അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ അശരീരികൾ ഉണ്ടെങ്കിൽ അവർ പറയും അന്നേ ഞാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്, മറ്റേതുണ്ടായത്, മറിച്ചേതുണ്ടായത് എന്ന് പറഞ്ഞിട്ടുള്ള തീയിൽ കയറി 4 എരിവും കൂടെ കുത്തി കയറ്റി കൊടുക്കും. അത് ആ ഫാമിലീനെ എഫക്റ്റ് ചെയ്തു. അവിടെ വീട്ടിൽ പ്രശ്നമായി, അത് വർത്താനായി, പിന്നെ കുട്ടീനെ വിടാണ്ടായി, കുട്ടീൻ്റെ ഫ്രീഡം പോയി, എല്ലാം പോയി. ലാസ്റ്റ് കുട്ടീൻ്റെ എൻഡ് ഓഫ് ലൈഫിലോട്ട് എത്തുകയാണെങ്കിൽ ഹൂ വിൽ ആൻസർ ഫോർ ഓൾ ദിസ് തിങ്? ഹൂ വിൽ? അപ്പം ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ പറയുക, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ തലയിൽ കയറി നിൽക്കാനുള്ള ഒരു സാധനമല്ല. നമ്മളൊരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കണം, ചിന്തിക്കണം, എന്നിട്ട് പറയണം. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞാലേ പറ്റൂ. ഈവൻ ഞാൻ കണ്ടു റീസെൻ്റ്ലി ഒരുപാട്, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ രേണുസുതിയായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ അസുഖം ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട്, ലൈക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇനി ആ ഒരു ടോപ്പിക്ക് നീ ചെയ്യരുത് ചിക്കു, ഒന്നും ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ അതിൽ നിനക്ക് കോൺട്രവേഴ്സി ഉണ്ടാവാം, റീച്ച് ഉണ്ടാവാം, സംസാരിക്കുക, ആൾക്കാരെ കാണാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ഹാവ് ടു റിയലൈസ് ദാറ്റ് ആളൊരു അസുഖത്തിൽ കൂടെ കടന്നു പോകുന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഐ എം റെഡി ടു സ്റ്റോപ്പ് ദാറ്റ് ബിക്കോസ് ഐ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എനിക്ക് മനസ്സിലായി. പക്ഷേ സ്റ്റിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ എല്ലാവരും ഈ കാണിക്കുന്ന കാര്യങ്ങളെ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതിൻ്റെതായ വേറെ തലങ്ങളും വേറെ സൈഡും വേറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ വീഡിയോൻ്റെ ഇടയിൽ എവിടെയോ ആൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇത് വേണ്ട, ഓക്കെ, എൻ്റെ ലൈഫ് മൂവ് ഓൺ ആവുകയാണ്, ഞാനെല്ലാം ഓക്കെയാണ്, ഞാൻ ചില്ലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില സമയം ഞാൻ സ്റ്റോപ്പ് ആവും, ചില സമയം ഞാൻ റീതിങ്ക് ചെയ്യും, ചില സമയം ഞാൻ ഡൗൺ ആവും. ദാറ്റ്സ് വാട്ട് ദ ലൈഫ് ഈസ് ഓൾ അബൌട്ട്. തിങ്ക്, മൈൻഡ്. 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ, that scares me. Like thinking there is a community itself is like, okay, but agreeing with her, whatever she's saying, that's എനിക്കത് പേടിയായി. സത്യം പറയാം, എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായത്. ഐ വാസ് സ്കേർഡ്. ആൻഡ് അവരുടെ ഇത് നിറയെ 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാനും ഭീഷണിപ്പെടുത്തൊന്നും അല്ല കേട്ടോ. ബട്ട് ഐ ഹാവ് നോട്ടഡ് പീപ്പിൾ ഡൗൺ. Like, this is not a threat or something, but I've noted people down who were against and with me. And I've also noted what specifically they have mentioned. So if in the future I can ഇട്ട് കൊടുക്കാം എന്നായിരിക്കും. അവർ പേടിപ്പിക്കുകയോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് നോ. ഞാൻ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയറിലാകുന്ന ചിലപ്പോൾ വീഡിയോ അങ്ങ് എയറിൽ പോകുമായിരിക്കും. I mean, it's my first time in air, guys. എനിക്ക് നിങ്ങളെല്ലാണ്ട് അനുഗ്രഹം വേണം. കാരണം ഞാൻ കുറച്ചും ഒന്ന് അനുഗ്രഹിക്കും. അമ്മയുടെ അനുഗ്രഹം ഓൾറെഡി ഉണ്ട്. അച്ഛൻ ബിസി ആയിരുന്നു. അച്ഛൻ അനുഗ്രഹം കിട്ടും. അമ്മൂമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും. മക്കളെ നീ താഴെ വരും, ഡോണ്ട് വരി.
ആൾ പറഞ്ഞ ഈ ഒരു സാധനം കൂടെ എനിക്ക് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യണം തോന്നി. ഈവൻ ഷഫീനേൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന ഒരുപാട് പോസിറ്റീവ് കമൻസ്, അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾ എന്ത് തേങ്ങയാണ് പറയുന്നത്, അവൾ ചെയ്ത് അതാണ് അവൾക്ക് അത് കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ്. ഷഫീനേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഷഫീനേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓഫ്കോഴ്സ് ഷഫീന പറയുന്ന അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കും. നിങ്ങൾ യോജിച്ച് നിന്നോളൂ. നിങ്ങളെല്ലാവരും മോഡേൺ ഡ്രസ്സിനെയോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനെ ഒരു ഫോട്ടോഷൂട്ടായി കാണണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ തന്നെ ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ കേസസ് നടക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ്. ഓക്കെ ഫൈൻ, അതൊന്നും നമുക്ക് ഒരാളുടെ ഈ ചിന്തയെ മാറ്റാൻ പറ്റില്ല. കാരണം അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ വന്നേനെ. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അവൾ ചെയ്തൊരു ഫോട്ടോഷൂട്ടാണ്, അതിൻ്റെ പേരിൽ അവർ യൂസ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഡയലോഗ് അത് കേട്ടുകൊണ്ടിട്ട് അവൾക്ക് അത് തന്നെ വേണം, അവൾക്ക് അത് തന്നെ സംഭവിക്കണം, അവൾ അങ്ങനെ തന്നെ പോകണം എന്ന് പറയുമ്പം ആലോചിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് വെരി പെയിൻഫുൾ ഡാ. ഒരു ഗേളുടെ ലൈഫിനെ സംബന്ധിച്ച് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത് എന്ന് പറയുന്നത്. ഈവൻ ഡെത്ത് ആണെങ്കിലും ഇത്ര വലുതില്ല, അതിലും പെയിൻഫുള്ളാണ്, അതിലും പേടി നൽകുന്നതാണ്, അതിലും ട്രോമയിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണത്. അപ്പം എനിക്ക് ഒരിക്കലും ദയ എടുത്ത വീഡിയോനെ കുറിച്ചിട്ട് ദയേനെ പറ്റി 4 വാക്ക് പറയാനോ, അല്ലെങ്കിൽ ദിയ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് 4 വാക്ക് പറയാനോ, അല്ലെങ്കിൽ ആ കേസ് കൊടുത്ത ആൾക്കാർ, എനിക്കതല്ല. എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഈ വാ തുറന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് ഇരുന്നൊന്ന് ആലോചിക്കുക. ഈ പറഞ്ഞു കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ പീസാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാണ്ട് ഒന്ന് കേട്ട് നോക്കുക. ഇനി ഒന്ന് റെഫർ ചെയ്യാൻ 4 ആൾക്ക് കൊടുക്കുക, അതിന് ശേഷം മാത്രം ഇടുക. ബിക്കോസ് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് 2 ദിവസം സോഷ്യൽ മീഡിയയിൽ അമ്മാതിരി ഇതിൽ കൂടെ പോയി. മേ ബി ഫോർ യു ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ഫോർ യു ഇതൊരു റീച്ചാണ്, അതാണ് ഇതാണ് പറഞ്ഞു വിടും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ജസ്റ്റ് തിങ്ക്, നമ്മുടെ വായിൽ വരുന്ന വാക്ക് എന്താണ്, അത് ഓപ്പോസിറ്റിലെ വ്യക്തിനെ എത്ര ഹേർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് അതൊക്കെ ആലോചിക്കണം. കർമ ഈസ് ഓൾവേസ് ബൂമറാങ്. നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏത് രീതിയിലാണ്, വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും അത് തിരിച്ച് കിട്ടും. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും നോക്കിയും ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റഡ്.